കോഴിക്കോട് വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ച കേസിൽ പ്രദേശവാസി പോലീസ് കസ്റ്റഡിയിൽ. പശുക്കടവ് സ്വദേശി ലിനീഷിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. കെണി ഒരുക്കിയത് ഇയാളാണ് എന്ന നിഗമനത്തിലാണ് പ്രദേശവാസിയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഉണ്ട്. അനഘ, എന്താണ് സംഭവിച്ചത്? ഒരു ഷോക്കേറ്റുള്ള മരണം എന്നതിലുപരി ഇപ്പോൾ ഒരു പ്രദേശവാസി അറസ്റ്റിൽ അല്ലെങ്കിൽ കസ്റ്റഡിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ? അതായത് കുറ്റ്യാടിയിൽ വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിലാണ് ഇപ്പോൾ അയൽവാസി അറസ്റ്റിലായിരിക്കുന്നത്. ഈ പശുക്കടവ് സ്വദേശി തന്നെയായിട്ടുള്ള ലിനീഷിനെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ വീട്ടമ്മയായ ബോബി മരിക്കാനിടയായ ആ കെണി സ്ഥാപിച്ചിരിക്കുന്നത് ഇയാളാണ് എന്ന നിഗമനത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ് എന്നാണ് കുറ്റ്യാടി പോലീസ് പറയുന്നത്. പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ താൻ കെണി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട് എന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. അതായത് തന്റെ പറമ്പിലേക്ക് മറ്റു വന്യജീവികൾ, ഇത് വനത്തിനോട് ചേർന്നൊരു പ്രദേശമാണ്, അതുകൊണ്ട് തന്നെ തന്റെ പ്രദേശത്തേക്ക് വന്യമൃഗങ്ങൾ കടക്കാതിരിക്കാനാണ് ഇത്തരത്തിൽ വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ട ഒരു കെണി അവിടെ സ്ഥാപിച്ചത് എന്നുകൂടി ഈ അയൽവാസിയായിട്ടുള്ള ലിനീഷ് പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നുകൂടി പോലീസ് അന്വേഷിച്ചു വരികയാണ്. പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ ഇത്തരത്തിൽ കെണി സ്ഥാപിച്ചത് താനാണ് എന്ന് ലിനീഷ് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു അപകടം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്നുകൂടി പോലീസിന് മൊഴി നൽകുന്നുണ്ട്. എന്തായാലും ഏറ്റവും സങ്കടകരമായ ദാരുണമായ ഒരു സംഭവം തന്നെയായിരുന്നു ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഈ ബോബിയെയും വളർത്തുമൃഗമായ പശുവിനെയും ആ പ്രദേശത്ത്, പശുക്കടവ് പ്രദേശത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആ സമയത്ത് തന്നെ അവിടെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം വൈദ്യുതാഘാതം ഏറ്റതാണ് മരണകാരണമെന്ന് പുറത്തു വന്നിരുന്നു. അതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രദേശവാസി തന്നെയായിട്ടുള്ള ലിനീഷ് അറസ്റ്റിലാകുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിൽ 6 പേരുണ്ടായിരുന്നു. ഇവരെ ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ലിനീഷിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഖി. ശരി അനഘ, കോഴിക്കോട് വൈദ്യുതി കെണിയിൽ നിന്ന് ഷോക്കേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പ്രദേശവാസിയുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കോഴിക്കോട് നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അനഘ ഹർഷനാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.